ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ പലരും നീർദോശയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിൽ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതും പച്ചരിപ്പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റിൽ തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട് 1 കപ്പ് പച്ചരിപ്പൊടി. അപ്പോൾ നമ്മൾ ഈ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്, വറുത്ത പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറാണ്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയൊരു കയ്യിൽ ചോറ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പം മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാകും. വളരെ കുറച്ച് ചോറേ ഉള്ളൂ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് നോർമൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല. നല്ല ചൂടുള്ള വെള്ളം, അതായത് തിളക്കാൻ പാടില്ല, കൈയിട്ടാൽ പൊള്ളാനും പാടില്ല, ആ ഒരു ലെവലിലുള്ള ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റായിട്ടും പൊടി അത്യാവശ്യം നല്ല വേവുള്ള പൊടിയാണ്. അതുകൊണ്ടാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ചോറും കൂടെ ആവുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ചൂടുവെള്ളവും ചോറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ അരിപ്പൊടി അരക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നീർദോശ ഉണ്ടാക്കാൻ നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മാവിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം, ഇനി നമുക്ക് സാധാ വെള്ളം ഒഴിച്ചാൽ മതി, ചൂടുവെള്ളം ഒഴിക്കണമെന്നില്ല. ഫസ്റ്റിൽ നമ്മൾ ആ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ മാത്രം ചൂടുവെള്ളം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ സാധാ പച്ചവെള്ളം യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചുട്ടെടുക്കുന്നതിന് മുമ്പേ ആയിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആവുന്നതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ ആവശ്യമില്ല. പക്ഷേ അപ്പം നല്ല രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചട്ടി നല്ലോണം ചൂടായ ശേഷം, നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ചെറിയൊരു കയ്യിലാണുള്ളത്, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് അങ്ങ് കട്ടിയിൽ നമ്മൾ ഒഴിച്ചിട്ട് ഉണ്ടാക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം ഒന്ന് മറിച്ചിടുക. അപ്പോൾ അങ്ങനെ നമ്മൾ കോരിയെടുക്കരുത്. അതിൻ്റെ 2 ഭാഗവും ആ എണ്ണമയത്തിലൊന്ന് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് 1 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ അപ്പം കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ തവണ ചുടുമ്പോഴും എണ്ണ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നതും ഒപ്പം തന്നെ നമ്മുടെ മാവ് ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നന്നായിരിക്കും. മാവ് ഇളക്കിയിട്ടില്ലെങ്കിൽ പൊടി ഊറി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നീർദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ അപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തോരം സോഫ്റ്റ്നെസ് ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടിയിട്ടൊന്നല്ല കേട്ടോ കാണിക്കുന്നത്. കുറച്ച് ചൂടൊക്കെ ആറിയ ശേഷമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. എന്തോരം സോഫ്റ്റായിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.